ഹായ്, എങ്ങനെയാണ് അയല വാഴൻ്റെ ഇലയിൽ പൊള്ളിച്ചെടുക്കുകയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂണ് ഗരം മസാല, 2 സ്പൂണ് വിനെഗർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 സ്പൂണ് കുരുമുളക് പൊടി, അതിനുശേഷം കുറച്ച് കറിവേപ്പില, എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. മീനിലൊക്കെ നന്നായി മസാല പിടിക്കണം. എന്നിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അതിനുശേഷം 3 വലിയ ഉള്ളി എടുക്കുക. ആദ്യം നമുക്ക് മീൻ പൊരിക്കാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം മീൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. മീൻ അടിയിൽ നിന്ന് പൊട്ടി പോരാണ്ടിരിക്കാൻ മീൻ ഇട്ട പാടൊന്ന് ഒന്ന് ടച്ച് ചെയ്താൽ മതി, ഇതതുപോലെ. അപ്പോൾ മീൻ നമുക്ക് വേഗം അടി പിടിക്കാണ്ട് എടുക്കാൻ പറ്റും. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള, തക്കാളി ഒക്കെ അരിഞ്ഞെടുക്കാം. മീനിപ്പോൾ ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മീനൊക്കെ പൊരിക്കൽ കഴിഞ്ഞു. ഇനി അതിന് ശേഷം നമ്മൾ ആ പൊരിച്ച വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്ത് അതിലേക്ക് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം സവാള ഇട്ടിട്ടുണ്ട്. സവാള അതിലിട്ടിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യുക. അതിലോട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്യുക. നന്നായി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ആ ചട്ടിയിൽ നമ്മൾ മീൻ പൊരിച്ച ചട്ടിയാണ്, അത് നമ്മൾ കളയരുത്. അതായത് കഴുകി വെക്കരുത്. അതിലാണ് നമ്മൾ മീൻ പൊള്ളിക്കാൻ പോകുന്നത്. ഇപ്പോൾ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്യാം. അതിൽ ഓയിൽ ഒട്ടും തന്നെ ഇല്ല, അതുകൊണ്ട് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാൽ സ്പൂണ് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക.
കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ തീ ഓഫ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ വാഴൻ്റെ ഇല ഇതുപോലെ വെട്ടിയെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഗ്യാസിന്മേൽ വെച്ച് വാട്ടിയെടുക്കണം. ഇങ്ങനെ വാടിയാലേ നമുക്ക് നല്ലപോലെ മീൻ വെച്ചിട്ട് കെട്ടാൻ പറ്റുള്ളൂ. ഇതിന് മുന്നേ വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇപ്പോൾ വാഴൻ്റെ ഇല ഏകദേശം വാടി കിട്ടിയിട്ടുണ്ട്. നന്നായി വാടിയാലേ നമുക്കത് കെട്ടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ വാഴൻ്റെ ഇല ഇതാ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മീൻ ആഡ് ചെയ്യാം. മീൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ മസാല ഒക്കെ ആഡ് ചെയ്ത് ഇനി ഇത് ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ ഫോൾഡ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടൈ ചെയ്യാം. ഇപ്പം അതും കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. ഇനി ഞാൻ 2 മീൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയും കുറച്ച് മസാല തേച്ച് ഇപ്പോൾ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം. നേരത്തെ മീൻ വറുത്ത ചട്ടിയിൽ നമ്മൾ ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ടോപ്പ് വെച്ചിട്ട് അത് അടച്ചു കൊടുക്കുക. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സെറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. പൊള്ളിച്ച് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ദാ നല്ല അടിപൊളി അയില പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.